ഔട്ട്സോഴ്സിംഗ് ഒരു സ്മാർട്ട് വർക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്നെ പോലെ കുറച്ച് ബുദ്ധിയുള്ള ഒരു ഓണ്ടർപ്രണർ ആണെങ്കിൽ ഔട്ട്സോഴ്സിങ് തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അത് പറയാനുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഉദാഹരണത്തിന് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ്. പക്ഷേ എനിക്ക് എല്ലാവിധ കാര്യത്തിനെക്കുറിച്ചും നോളേജ് ഇല്ല. ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് പഠിച്ചിറങ്ങിയ ആളുകളായിരിക്കും. പക്ഷേ ഇവർക്കൊക്കെ തന്നെ എന്തൊക്കെയാണ് ലോ നോളജ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളത് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലാണ്. ഇപ്പോൾ എനിക്കറിയാത്ത IT മേഖലയുണ്ട്, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും അക്കൗണ്ടിങ് മേഖലയുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകൾ ചേർന്നതാണ് ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസിഷനാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഔട്ട്സോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ സെയിൽസ് ഔട്ട്സോഴ്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇപ്പോൾ സെയിൽസിൽ നമുക്കൊരു 5-6 സ്റ്റാഫ് ഉണ്ടാവും. ഈ 6 സ്റ്റാഫിനെ നോക്കാൻ വേണ്ടി നമ്മളൊരു സെയിൽസ് മാനേജറിനെ ഹയർ ചെയ്യുമ്പോൾ ഈ മാനേജർക്ക് എന്ത് ചെയ്യണം, ഇവരെക്കാളും സാലറി കൊടുക്കേണ്ടി വരും, ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ ആൾക്ക് ചിലപ്പോൾ മാനേജിങ് ഒരു സ്കില്ലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ആളിവരെ ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനോ ചിലപ്പോൾ ഒരു കഴിവുണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു ട്രെയിനറിനെ വയ്ക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റ് കൂടുകയാണ് കമ്പനിക്ക്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഒരു ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വഴി നമുക്ക് എക്സ്പെർട്ടൈസ് ആയ ആളുകളെയാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് ഈ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള, ഇവർക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജീനെ കുറിച്ചും അല്ലെങ്കിൽ ആപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നോവേഷൻ പുതിയ കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കര ഡീപ്പ് നോളജുള്ള ആളുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ടാവുക. ഇതുവഴി നമ്മൾക്ക് എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റും. ഈ എഫിഷ്യൻസി കൂട്ടുക മാത്രമല്ല, ഇതിൽ സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലുകൾ എല്ലാം തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം, കാരണം നല്ല ക്വാളിറ്റി കോണ്ടന്റ് ആയിരിക്കും ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നല്ല സർവീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതുവഴി ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് സ്കെയിലബിലിറ്റിക്ക് എത്താൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല ഒരു ഫ്ലെക്സിബിലിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപോലെ നമുക്ക് ചിലപ്പോൾ എല്ലാ ബിസിനസ്സും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഒരു സീസണൽ ബിസിനസ്സും ഉണ്ടാവാം, അതല്ലാത്ത ബിസിനസ്സും ഉണ്ടാവും. അപ്പോൾ സീസണൽ അല്ലെങ്കിൽ ഡൗൺ ടൈമിൽ അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് ഫ്ലോ വരാത്ത സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, B2B ടൈപ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അടുത്ത് പറയാം, ഈ ഒരു 2 മാസം എനിക്ക് സീസണബിൾ അല്ല, ബിസിനസ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ 2 മാസം നമ്മുടെ സർവീസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് 2 മന്ത്സ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് നമുക്ക് ഒരു ഇൻഹൗസ് ടീമാണെന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 മാസം നിങ്ങളെ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? മാത്രമല്ല പിന്നെ 2 മാസം കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ? അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെയാണ് ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്ങിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായ ഫാസ്റ്ററായിട്ടുള്ള പെനട്രേഷൻ നമുക്ക് കിട്ടും. അതായത് ടൈം ടു ടൈം മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നുകൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. ഇതിനൊക്കെ പുറമെ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് ഇത് B2B ടൈപ്സുകളായതുകൊണ്ട് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് 2 കമ്പനികളായിട്ടുള്ളതായതുകൊണ്ട് അവരുടെ വർക്ക് അല്ലെങ്കിൽ സർവീസ് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മാത്രമല്ല ഇവിടെ നമുക്കിപ്പോൾ നമ്മളെ ഒരു ഓൺ സ്റ്റാഫുകളാണെങ്കിൽ ഇവരുടെ ലീവ് അല്ലെങ്കിൽ ഇവരുടേതായുള്ള പ്രോബ്ലംസ് ഇതൊന്നും തന്നെ എന്ത് ചെയ്യില്ല, നമ്മളെ ബാധിക്കത്തില്ല. അപ്പോൾ അതും ഒരു അടിപൊളി ഒരു ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇതിനൊക്കെ പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പറ്റാത്ത തലവേദനകളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത സ്കിൽ സെറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ തലവേദനകളെല്ലാം ഒഴിവായി. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്കറിയുന്ന നമ്മളുടെ പ്ലസ് പോയിന്റ് ആയിട്ടുള്ള സ്ഥലത്ത് കോർ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെൻ ഔട്ട്സോഴ്സിങ് വരുന്ന സമയത്ത്.